മതി. അത് ഉറപ്പിക്കാം. ഇതല്ലേ? ഓക്കെ. സാരിയുടെ സെയിം കളർ അല്ലേ? അപ്പോൾ ഇന്ന് തൊട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 5 ഡേയ്സിൽ പാറുവിൻ്റെ കല്യാണമാണ്. അപ്പോൾ ഡേ 5 ഞങ്ങൾ ചെയ്തതെന്ന് വെച്ചാൽ നെയിൽസ് സെറ്റ് ചെയ്യാൻ പോയി. ഇപ്പോൾ ഞാനും അവളും കൂടെ നെയിൽസൊക്കെ ചെയ്തു. ആൻഡ് നൗ നമ്മുടെ ബ്ലൗസ് എടുക്കാൻ വേണ്ടിയിട്ട് പാറുവിൻ്റെ ബ്ലൗസൊക്കെ കിട്ടി. ഇനി എൻ്റെതും മാമിയുടേതും കിട്ടാനുണ്ട്. അപ്പോൾ അതിൻ്റെ ട്രയലിന് വേണ്ടിയിട്ട് നമ്മൾ GAയിൽ വന്നേക്കാണ്. പാറുവിൻ്റെ നെയിൽസ് എവിടെ കാണിച്ചേ? ക്ലോസപ്പ്. റെഡ് നെയിലാണ് പോയേക്കണം ബ്രൈഡ് ആയതുകൊണ്ട്. ഇവിടെ ഒരു സ്റ്റോണും വെച്ചിട്ടുണ്ട്, ഗ്ലിറ്റർ. പക്ഷെ എപ്പോഴത്തെ പോലെ അവൾക്ക് എൻ്റെയാണ് കൂടുതൽ ഇഷ്ടം. നിനക്ക് എന്ത് വേണമായിരുന്നു? നിനക്ക് നെയിലാട്ട് ചെയ്യണമായിരുന്നാ? പിന്നെ നെയിൽസ് ചെയ്യണ സ്ഥലത്ത് അടുത്ത ചെയ്യാൻ പോവല്ലോ നാളെ. നിനക്ക് എന്ത് ഫേഷ്യൽ ചെയ്യണോ? കിട്ടിയാ കൊള്ളാം. നീ ഈ മുടിയിൽ എന്ത് ചെയ്യാൻ പോണേ? നീ അതിന് ഹെയർ വേണ്ടേ? നിന്റെ അടുത്ത് ആര് പറഞ്ഞു ഇങ്ങനെ കൊണ്ട് മുടി വെട്ടാൻ? എന്ത് ടെൻഷനായിട്ടിരിക്കണേ? ഒട്ടടിക്കട്ടാ. മുടി മൊത്തം ചെയ്യാനല്ലേന്ന് ഈ ഹെയർ സ്റ്റൈലൊക്കെ ഇഷ്ടപ്പെട്ടു. പൊങ്ങിയിരിക്കല്ലേ കണ്ടിട്ട് എന്താ ന്യൂക്ലിയർ ബോംബ് ഇടാൻ പോണോ അല്ലിരിക്കണമോ? നല്ല ബൾബ് പോലെ ഒത്തിരി ഹെയർ ലോസ് ഒന്നാണ്. പിടിച്ച് വലിച്ചാൽ എല്ലാം കൂടെ ഇളകി ഇങ്ങനെ വരും. സോ ഇന്ന് എനിക്കൊന്ന് 10th ആണ്. സോ 4 more days for marriage. ആൻഡ് ഇന്നത്തെ നമ്മുടെ പ്ലാൻ എന്തായിരുന്നു എന്ന് വെച്ചാൽ പാർലർ ഡേ ആയിരുന്നു. അപ്പോൾ വി വെൻ ടു എസ്തവ, കവടിയാറിലാണ്. അപ്പോൾ എസ്തവയിൽ പോയിട്ട് ഞാനും അമ്മയും ബ്രൈഡും പാറുവിൻ്റെ അമ്മയും ഒക്കെ നമ്മൾ ഡീറ്റാനും ഫേഷ്യലും ഒക്കെ ചെയ്തു. വേറെ ഒന്നും പെടിക്കാൻ എനിക്കൊരു അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഡീറ്റാനും ഫേഷ്യലും ഒക്കെ ചെയ്തു. എന്നിട്ട് അനിയൻ കിച്ചു മുടിയൊക്കെ കട്ട് ചെയ്തു. കുറേ കാലം അപ്പൂപ്പന്മാരെ പോലത്തെ ഹെയർ സ്റ്റൈലായിരുന്നു. അപ്പോൾ അവനെ പിടിച്ച് മുടിയൊക്കെ വെട്ടി ഇവിടെ ഇങ്ങനെ ഹൈറ്റിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ പരിപാടി തീർന്നു. നാളെ ആക്ച്വലി ഒന്നും ചെയ്യാനില്ല. നാളെ മൈ ഫ്രണ്ട് ഈസ് കമ്മിങ്. അവളെ പിക്ക് ചെയ്യാൻ പോകണം എന്നല്ലാണ്ട് വേറെ പരിപാടിയൊന്നുമില്ല. മറ്റന്നാൾ ഓൾസോ വി ഹാവ് സംതിങ്. മറ്റന്നാളെ കഴിഞ്ഞാൽ പിന്നെ റിസപ്ഷനും കല്യാണമാണ്. വീണ്ടും ഇങ്ങനെയാണ് എൻ്റെ നീൽസ് ഇരിക്കുന്നത്. ഞാൻ ഒരു ഓംബ്രൈ നീൽസാണ് ചെയ്തത്. ആൻഡ് ഐ റിയലി ലൈക്ക് ഇറ്റ്. അപ്പോൾ ഫേഷ്യൽ ചെയ്തതുകൊണ്ട് മേക്കപ്പ് ഒന്നും ഇടുന്നില്ല. അപ്പോൾ അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ഭയങ്കരമായിട്ട് പിമ്പിൾസ് വരുന്നതുകൊണ്ട് അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഞാൻ അധികം ഒന്നും ചെയ്യുന്നില്ല. ഫേസിൽ വിറ്റാമിൻ C ടാബ്ലറ്റ് അത് ഫേഷ്യൽ ചെയ്തിട്ട് ക്രീം കഴിയില്ലെന്ന് തോന്നുന്നു. ഫേഷ്യലിൻ്റെ അതായിരിക്കുന്നത്. വിറ്റാമിൻ C ടാബ്ലറ്റ് കഴിക്കും, വിറ്റാമിൻ C സിറം യൂസ് ചെയ്യുന്നല്ലാണ്ട് വേറെ ഒന്നും ഞാൻ ഇപ്പോൾ ഫേസിൽ ഒന്നും ചെയ്യുന്നില്ല. ഐ ആം ലൈക്ക് കല്യാണം ആയതുകൊണ്ടെന്നല്ല, ഞാൻ എൻ്റെ സ്കിന്നിൽ ഒരുപാട് പിമ്പിൾസൊക്കെ വരുന്നതുകൊണ്ട് ഐ ലൈക്ക് കംപ്ലീറ്റ്ലി സ്റ്റോപ്ഡ്. ലൈക്ക് ആവശ്യമില്ലാത്ത പ്രോഡക്റ്റ്സ് എല്ലാം നിർത്തിയിട്ട് ആവശ്യമുള്ള കുറച്ച് പ്രോഡക്റ്റ്സ് മാത്രം യൂസ് ചെയ്യാനാണ് ഇപ്പോൾ ഞാൻ നോക്കുന്നത്. ആൻഡ് ഇന്നിപ്പോൾ നമ്മളെല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ഞാൻ ഭയങ്കര കംഫർട്ടബിൾ ഉടുപ്പൊക്കെ ഇട്ടിരിക്കുകയാണ്. ചേട്ടൻ്റെ ഡ്രസ്സൊക്കെ ഇട്ടേക്കാം. അപ്പോൾ ഞങ്ങളെല്ലാം പോയിട്ട് തിരിച്ച് വൈകിട്ട് വന്നു. ആൻഡ് ഇവിടെ ഞാനും പപ്പിയും കൂടെ ടെറസിൽ ചില്ല് ചെയ്യാണ്. പപ്പി കുറച്ചധികം ചില്ല് ചെയ്യുക. ഞാനൊരു ബോളൊക്കെ മേടിച്ചപ്പോൾ അത് വെച്ച് കളിക്കുകയാണ്. നമുക്ക് ബോൾ കൊടുത്തതാണേ, പക്ഷെ ചാക്ക് എങ്ങനെയെങ്കിലും കടിച്ച് കീറണം. നഖത്തിൽ കടിക്കരുത്. 2000 രൂപയുടെ നഖമാണ്, കടിക്കരുത്. സിറ്റ്. ഗുഡ് ഗേൾ, ഗുഡ് ഗേൾ. ബോൾ വേണോ?
പപ്പി പപ്പി ക്യാരറ്റ് ആണോ? പിന്നെ എത്ര ദിവസം ഉണ്ട് കല്യാണത്തിന്? 2. മൂന്നാമത്തെ ദിവസം കല്യാണം. അത് കൂട്ടണ്ടേ? ടെക്നിക്കലി സ്പീക്കിംഗ് ഞാൻ 2 മണിക്ക് പോവുമല്ലോ, അപ്പൊ അത് കൂട്ടണ്ടേ? അല്ലാതെ 2 ദിവസം അല്ലേ പേർപ്പസ്ഫുള്ളി സന്തോഷമായിട്ടിരിക്കാൻ ശ്രമിക്കുന്നു. അയ്യോ എങ്ങനെയുണ്ട് ഇവിടെ കല്യാണത്തിന്? അച്ഛന് എന്താണ് പറയാനുള്ളത്? കല്യാണം അവിടെ പോകുമ്പോ അച്ഛൻ മിസ് ചെയ്യോ? എന്റെ ചെറുക്കന് വന്നിട്ട് ഐസ്ക്രീം വരുന്നുണ്ട്, നാളെ ആദ്യം കഴിയും. പിന്നെ നിന്റെ കാര്യം നോക്കുന്നില്ല, നിന്നെ വിട്ടു. വെൽക്കം ഡ്രിങ്ക് വന്നിട്ട് കുറച്ചേ കുടിക്കാവൂന്ന് പറ. അച്ഛന് എന്നിട്ട് ഇവിടെ വരുമ്പോ അവളെ കാണാത്തപ്പോ വിഷമം വരുമോ? അച്ഛൻ ഇനി എല്ലാ ദിവസം വൈകിട്ട് ഇവിടെ വരൂലേ? അപ്പൊ ഇവളില്ലല്ലോ, അപ്പൊ മിസ് ചെയ്യോ? അത് മാമൻ പറഞ്ഞില്ല, ഞാൻ പറഞ്ഞു. ഞാൻ ചോദിച്ചു മാമ ഇനി മാമനെ ഞാൻ എപ്പ കാണാൻ എങ്ങനെയാണോ മാമന് അമ്മേനെ കുറിച്ച് ഞാൻ പോണേൽ ആർക്കും ഒരു വിഷമമില്ല. മക്കളെ എനിക്ക് നീ പോണേല് വിഷമമൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ കരയില്ല. നീയും കരയരുത്. മേക്കപ്പാണ് 10-20 ചെയ്യണം. 10 വധിച്ചു അമ്മയുടെ ബൈറ്റ് എടുക്കണ വെറുതെയാണ്. കാരണം അമ്മയ്ക്ക് ആര് പോയാലും ഒന്നുമില്ല, ഒരു പ്രശ്നമില്ല. ജീവിതത്തിൽ ഇതൊന്നും ഒട്ടും എഫക്ട് ചെയ്യാത്ത ഒരു സ്ത്രീയാണ്. എന്നാലും അമ്മയ്ക്ക് വിഷമം ഉണ്ടോ? അമ്മ സന്തോഷിച്ചു പോകുന്നതിന് എന്തിനാ വിഷമിക്കുന്നത്? നിനക്കാ വിഷമില്ലായിരിക്കുമോ? ഞാൻ കഴിഞ്ഞ ആഴ്ച ഇരുന്ന് കരച്ചിലായിരുന്നു. ചിക്കന്റെ കാല് കണ്ടപ്പോ കരച്ചില് പോയി. അതപ്പ പറഞ്ഞത് അവൻ കരഞ്ഞു വരികയത് ചിക്കനാ. സങ്കടമല്ലേടാ നീ പോകുമ്പോ? മാമി, അപ്പൊ മാമി ഇവിടെ മിസ് ചെയ്യോ? കുറെ കിട്ടും കേട്ടാ. ഇപ്പൊ അതിനെന്ന് പറഞ്ഞ് ആലോചിക്കണില്ല, സമയമില്ല, ടൈമില്ല. ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറയും. ഇപ്പൊ എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. മാമിക്ക് മറ്റേ അമ്മ നേരത്തെ ഒരു വാക്ക് പറഞ്ഞല്ലോ, എന്തായിരുന്നു? എന്തോ അങ്കലാപ്പുണ്ടോ? അമ്മയ്ക്ക് എന്തിനാണ് പിന്നെ അങ്കലാപ്പ്? എനിക്കുണ്ട് കൊച്ചിറങ്ങി പോവാ, അത് ഭംഗിയായിട്ട് ഇറങ്ങി പോവാം. Good morning, puppy. Good morning. Good morning. Good morning. So 2 more days for the wedding and ഇന്ന് മെഹന്തി ഡേ ആണ്. സോ ഐ വാസ് പ്ലാനിങ് നോട്ട് ടു വെയർ മെഹന്തി. പക്ഷേ കഴിഞ്ഞോ? ഓക്കെ. പക്ഷേ പാറു ഹോസ്റ്റലിലേക്ക് ചേച്ചി മെഹന്തി ഇടൂ, ചെറുതായിട്ട് എന്തെങ്കിലും ഇടൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഇപ്പോൾ റെഡി ആയിട്ട് പോകും. അപ്പോൾ ലാസ്റ്റ് മിനിറ്റ് ഒരു ഡാൻസിൻ്റെ പ്ലാൻ ഉണ്ട്. ഞാൻ രാത്രി പാട്ടും കാര്യങ്ങളൊക്കെ നന്ദുന് അയച്ചു കൊടുത്തു. പക്ഷെ അവനെന്തോ കല്യാണം ഉണ്ടായിട്ട് മിക്സ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഐ തിങ്ക് രാവിലെ അവിടെ പോയിട്ട് എല്ലാം സെറ്റ് ആകുമ്പോഴത്തേക്കും പാട്ട് കിട്ടുമായിരിക്കും, എല്ലാവരും കൂടെ വരുമ്പോഴത്തേക്കും. സോ ദാറ്റ്സ് ദ പ്ലാൻ. രാവിലെ റെഡി ആയിട്ട് പോകണം. ഇവളുടെ ഹലോ പേര് അപ്പുറത്താണ് എത്തിയേക്കണേ. Say hi. Shumat. എനിക്ക് ശ്വാസം എടുക്കാൻ പറ്റില്ല. എനിക്ക് ശ്വാസം വിടാൻ പറ്റത്തില്ല. ക്യാമറ ഓൺ. അതെന്താ വെച്ചാൽ എനിക്ക് അറിഞ്ഞത്. ഞാൻ രാവിലെ ഇറങ്ങി അല്ലേ ആരും സമ്മതിക്കാത്തോണ്ടാ. സൂപ്പർമാൻ ഇതാണ് സമ്മതിക്കാത്തത്.
പോത്തീസിൽ ധാവണ കിട്ടും തോന്നുന്നു. ആമി ചിരിക്കും ആമി. നാളെ വൈകിട്ട് എന്തുവാ ഡ്രസ് സ്മിതയ്ക്ക് ഇട്ട് തരും മെഹന്തി. ഭയങ്കര ചൂസ് ചെയ്യണം. ട്രിവാൻഡ്രം ഞങ്ങൾ സ്നിച്ചിൽ വന്നിട്ട് നമ്മൾ എന്ത് മേടിച്ചു? ഷർട്ട് മേടിച്ചു. സൈസ് എക്സ്ട്രാ ലാർജ് ആണ് വേണ്ടത്, പക്ഷെ ഡബിൾ എക്സിലേ കിട്ടിയുള്ളൂ. അതങ്ങ് ഗുഡ് മോർണിംഗ്. ആൻഡ് ഇന്നാണ് റിസപ്ഷൻ, നാളെയാണ് കല്യാണം. അങ്ങനെ മേ ബി 1 more day ഫോർ വെഡിങ്. ആൻഡ് ഇന്നത്തെ പ്ലാൻ എന്ന് വെച്ചാൽ ഇന്ന് രാവിലെ അവരിങ്ങോട്ട് വരും, ആമിയും പാറുമൊക്കെ ഇങ്ങോട്ട് വരും. എന്നിട്ട് അവർക്ക് ഹെയർ വാഷ് ചെയ്യാൻ പോകണമെന്നുണ്ട് പാർലറിൽ. എന്നിട്ട് ഹെയർ വാഷ് ചെയ്തതിന് ശേഷം എനിക്ക് തോന്നുന്നു ഞാൻ ചിലപ്പോഴേ അവരോട് പോകും, ചിലപ്പോൾ പോവും. ആൻഡ് ദെൻ നന്ദു വരും ആൻഡ് വിൽ ഗോ ഔട്ട്. എന്നിട്ട് നമ്മൾ കല്യാണ വീട്ടിൽ പോവുക, അവിടെ കുറച്ച് നേരം നിന്നിട്ട് നമുക്കും പുറത്ത് പോകണമെന്നുണ്ട്. കാരണം 2 ദിവസം കഴിയുമ്പോൾ ഇവളും പോവും. വൈകിട്ട് അവിടെ ഒരു ചെറിയ ഡാൻസും പിന്നെ ഉച്ചയ്ക്ക് ലഞ്ചും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ ഐറ്റിനറീസ്. അങ്ങനെ വരണ്ടായിരുന്നു വേഗം. ഇങ്ങനെ ഞാൻ വന്നതുകൊണ്ടാണ് ഇപ്പൊ അവള് എണീറ്റ് പോയത്. ചിരിക്കണം. നിനക്ക് കോങ്കണ്ണോ? സുന്ദരി ആയല്ലോ. എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ അസുഖം ഉണ്ടെന്ന്. ഈ സമയം എടുക്കും ചെയ്യാൻ വേണ്ടിട്ടത്. പറയുന്നത് നീയോട് എന്തായാലും ഇത്രയും പണിയെടുക്കല്ലേ. ഏതാ ഞങ്ങൾക്ക് കറണ്ട് ദൈവാലയം ഈ ഒരു പൊക്കത്തിലൊക്കെ അങ്ങനെയല്ല. പക്ഷെ എനിക്ക് ഇവിടെ ഈ ലെവലൊക്കെ ഭയങ്കര നല്ല ചേച്ചി നല്ല നല്ല ഫീൽ ചെയ്തോ. നൈസാണ് എടി പറയാടാ മനസ്സിലെ കൊള്ളാട്ടാ. വേണ്ട റെഡി ഓക്കെ. എല്ലാം ഓക്കെ അല്ലേ? ഇത് എന്റെ ഇന്നത്തെ കപ്പിളായിരുന്നു, പക്ഷെ ഞങ്ങള് മുക്കി നിങ്ങൾ രണ്ടുപേരും എന്ത് ചെയ്യാ? ഞാനേത് പൊട്ടിമാല ഫിക്സ് ചെയ്തോണ്ടിരിക്കുന്ന. പപ്പിയായിട്ടാണോ ഫിക്സ് ചെയ്യുന്നത്? ഞാനും പപ്പിയും. ഹൗ വാസ് യുവർ ഡേ അച്ചു? സൂപ്പർ ആയിരുന്നു. ഡാൻസ് കളിക്കാത്ത എന്താ അച്ചു? അതിന് കമ്മടിച്ചിട്ട് ഡാൻസ് കളിച്ചടി ആടി. എന്നിട്ട് ചേച്ചി മണ്ഡപത്തിൽ പോയിടി. എന്നിട്ട് ചേച്ചി എന്ത് ചെയ്തെന്നറിയോ? ചേച്ചി വെജിറ്റേറിയൻ ഫുഡ് കഴിച്ചു പപ്പി. ആണ് പപ്പി എന്നല്ലേ? ഇതൊക്കെ എന്തിനാ ഈ 4 മണിക്ക് 5 മണിക്ക് എണീറ്റ് റോഡിൽ കൂടെ ഉള്ളൊരു ഇങ്ങോട്ടായി പോണേ? അത് ഇതിന് മുന്നേ
മതിയാ രക്ഷപ്പെട്ടു